വെൽക്കം ടു എ ന്യൂ ചാപ്റ്റർ വൺ ഡയമെൻഷണൽ മോഷൻ. സോ വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും വെച്ച് തന്നെയാണ്. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പാത്ത് ലെങ്ത് ആണ്, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു സ്കെയിൽ എടുത്ത് അളക്കുകയാണ്, അതിന് നെഗറ്റീവോ സീറോ, നെഗറ്റീവ് എന്നൊരു വാല്യൂ അവിടെ ഇല്ല. ജസ്റ്റ് നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതിൻ്റെ അറിവ് മാത്രമായിരിക്കും. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ആക്ച്വലി ദ ഷോർട്ടസ്റ്റ് പാത്ത് കണക്റ്റിംഗ് ഫൈനൽ ആൻഡ് ഇനിഷ്യൽ പൊസിഷൻ. ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ എയിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ ഡിയിലേക്ക് നടന്നിട്ട് തിരിച്ച് സിയിലേക്ക് വരികയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? എയിൽ നിന്ന് ഡി വരെ എത്തി, പിന്നെ സിയിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെ അളക്കുന്നത്? നമ്മൾ അത് സഞ്ചരിച്ച ദൂരം ഒന്ന് മെഷർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുക, 0 നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 30 എന്ന് തന്നിട്ടുള്ളത്. ഈ ഗ്യാപ്പ് 10 ആണ് കേട്ടോ. ഇവിടെ ഉള്ള ഓരോ ഗ്യാപ്പും 10 10 10 വെച്ചിട്ടാണ് എന്ന് വിചാരിക്കുക. സോ ഇവിടെ നിന്ന് 30 സഞ്ചരിച്ചു, അപ്പോൾ 30 പ്ലസ്, കാരണം ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ്. പിന്നെ അവിടുന്ന് തിരിച്ച് ഈ ഒരു 10 കൂടെ സഞ്ചരിച്ചു, അപ്പോൾ പ്ലസ് 10. അപ്പം മൊത്തം 40 മീറ്റർ എന്ന് എനിക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസിനെ കാണിക്കാം. നമ്മളിനി ഡിസ്പ്ലേസ്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് എഴുതി, ഡിസ്റ്റൻസ് ഡിയും ഡിസ്പ്ലേസ്മെന്റ് ക്യാപിറ്റൽ ഡി ഞാൻ കൊടുക്കാം. സോ ഡിസ്പ്ലേസ്മെന്റിലേക്കാണ് പോകുന്നത്. ഡിസ്പ്ലേസ്മെന്റ് നോക്കുമ്പം ഞാനിവിടെ നോക്കേണ്ടത് അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടെ എൻഡ് ചെയ്തു, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടെ എൻഡ് ചെയ്തു, ജസ്റ്റ് എയും സിയും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ജസ്റ്റ് എയും അതേപോലെ സിയും ഇവർ തമ്മിലുള്ള വ്യത്യാസം, ദാറ്റ് ഈസ് ഫൈനൽ പോയിന്റ് മൈനസ് ഇനിഷ്യൽ പോയിന്റ് വേണം നിങ്ങൾ എടുക്കാൻ. സോ ഫൈനൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക 20, ഇനിഷ്യൽ പോയിന്റ് 0. സോ 20 മൈനസ് 0 എന്ന് വരും, അല്ലെങ്കിൽ 20 മീറ്റർ എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എപ്പോഴും ഈക്വൽ ആകണം എന്ന് നിർബന്ധമില്ല. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനോട് ഈക്വൽ ആകാം, 30 വരെ വരുമ്പോൾ ഈക്വൽ ആകാം. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് പർട്ടിക്കുലർലി എപ്പോഴും ഡിസ്റ്റൻസിനേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ കാര്യമാണ് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പം ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിനേക്കാളും ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് കൂടുതലെന്ന ഐഡിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. പിന്നെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെഷർമെന്റ് മാത്രമാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളത് കൊണ്ട് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അപ്പോസിറ്റ് നെഗറ്റീവ് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പറയും അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്ന് പറയും. അത് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്ട്രെയിറ്റ്ലി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കേസിൽ അങ്ങനെ ഒരു ചോദ്യം തന്നെ ചെയ്യാം. ഇവിടെ നോക്കിയാൽ ബോഡി ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 10 മീറ്റർ എന്നാണ്. അപ്പോൾ ഒരു സർക്കിളാണ്, ഒരു സർക്കിള് അതിൻ്റെ റേഡിയസ് 10 മീറ്റർ ആണ്. ഇവിടുന്ന് ആ ബോഡി മൂവ് ചെയ്ത് തുടങ്ങി എന്ന് വിചാരിക്കുക. ദ ബോഡി കംപ്ലീറ്റ്സ് 1 റെവല്യൂഷൻ ഇൻ 4 സെക്കൻഡ് എന്നാണ്. എന്ന് വെച്ചാൽ മൊത്തം കറങ്ങി തിരിച്ച് വരാൻ എടുക്കുന്ന സമയം, അതിനെയാണ് 1 റെവല്യൂഷൻ. അത് 4 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തു എന്നാണ് പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് 3rd സെക്കൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോഡി ഫ്രം ഇറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് എന്നാണ് ചോദ്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എളുപ്പവുമാണ്. കാരണം ഇങ്ങനെ റെവല്യൂഷൻസ് എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റെവല്യൂഷൻ മൊത്തം കറങ്ങാൻ 4 സെക്കൻഡാണ് എടുത്തത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഏതോ ഒരു സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് 3ാമത്തെ സെക്കൻഡിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദ്യം. അപ്പോൾ ഒരു റെവല്യൂഷന് 4 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 1/4 റെവല്യൂഷൻ കറങ്ങി എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും സർക്കിളിന്റെ 4/1 കംപ്ലീറ്റ് ആക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ഇവിടുന്ന് ഒരു സെക്കൻഡ് കഴിയുമ്പം ഇവിടെ എത്തും, അപ്പൊ 1 സെക്കൻഡ് കഴിഞ്ഞു. അടുത്ത സെക്കൻഡിൽ ഇവിടെ എത്തും, അപ്പൊ 2 സെക്കൻഡ് കഴിഞ്ഞു. അടുത്ത സെക്കൻഡിൽ ഇവിടെ എത്തും, 3 സെക്കൻഡ് കഴിഞ്ഞു. അടുത്ത സെക്കൻഡിൽ ഇവിടെ എത്തും, 4 സെക്കൻഡ് കഴിഞ്ഞു. ഈ ലോജിക്ക് ഫോമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ ഫോം ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്നും പറയാം. പക്ഷെ എന്താ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇത് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ ആയിരുന്നു, ഇത് അതിൻ്റെ ഫൈനൽ പൊസിഷനാണ്. ഇവർ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ദൂരമാണ്. ഇവർ തമ്മിലുള്ള പാത്തിൻ്റെ ദൂരമല്ല, ആ 2 ആൾക്കാരും തമ്മിലുള്ള ദൂരമാണ്. ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ വേണം എടുക്കാൻ. ഈ 2 പോയിന്റുകൾ തമ്മിൽ എത്ര ദൂരമുണ്ട് എന്ന് വേണം ഞാൻ ഇവിടെ നോക്കാൻ. അതെങ്ങനെ കണ്ടുപിടിക്കുക? എളുപ്പമല്ലേ? ഇത് 10 മീറ്റർ ആണ്, ഇതും 10 മീറ്റർ ആണ്. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ പോലെ വന്നു, കണ്ടോ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ പോലെ വന്നിരിക്കുകയാണ്. ഇതിനെ ഞാൻ എന്തൊരു ബി എന്ന് വല്ലതും വിളിച്ചു. അപ്പോൾ എനിക്ക് AB വേണം കണ്ടുപിടിക്കാൻ. ഇത് 10 ആണ്, ഇത് 10 ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം √10² + 10² എത്രയാണ്? 10√2. 10√2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. അപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് കൺസെപ്റ്റുമാണ് നമ്മളിപ്പോൾ അവിടെ പഠിച്ചത്.
ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പോകുന്നത് സ്പീഡിലേക്കും വെലോസിറ്റിയിലേക്കാണ്. ഇതൊക്കെ കുഞ്ഞു ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് പഠിച്ച ആൾക്ക് സ്പീഡ് എങ്ങനെ പഠിക്കുക? ഡിസ്റ്റൻസ് ബൈ സമയമാണ് സ്പീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എന്താണ്? ഒരു മെഷറാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്പീഡ് എന്ന് പറയുന്നതും സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. സ്പീഡിനെയും വെലോസിറ്റിയൊക്കെ നമുക്ക് വി കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്താൽ മതിയോ. ഇനി വെലോസിറ്റിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. വെലോസിറ്റി ഈസ് ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോൾ അത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെലോസിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് വെച്ച് പറയുന്നത് കൊണ്ട് തന്നെ വെലോസിറ്റി നമ്മൾ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യും, സ്പീഡിനെ നമ്മൾ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യും. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ഒരുപാട് ചോദിക്കാറുള്ളൊരു ഭാഗമാണ് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ ക്ലാസ് ഒരു പഠിക്കുന്നതല്ല. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ബൈ നമ്പർ. മൊത്തം എത്രയാണോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇപ്പം നമ്പർ എന്ന രീതിയിലാണ് നമ്മൾ ആവറേജിനെ പഠിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുള്ളത് ആവറേജ് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ജനറലി അറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്. അപ്പോൾ ടോട്ടലിൻ്റെ റേഷ്യോ ആണ് ശരിക്കും വെലോസിറ്റിയുടെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് വെച്ചാൽ ഫൈനൽ ഇനിഷ്യൽ പൊസിഷനുകൾ തമ്മിലുള്ള വ്യത്യാസം, അത്രേ ഉള്ളൂ, ബൈ ടോട്ടൽ ടൈം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നമുക്കറിയാം ക്യാൻ ബി സീറോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതേപോലെ തന്നെ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാരണം വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റിക്ക് ഒരു പ്രത്യേക ഡയറക്ഷനും ഉണ്ടാവും. അവിടുന്ന് ചോദിക്കുന്ന ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, കാരണം ചോദ്യത്തിൻ്റെ ആ ഒരു നേച്ചർ വായിച്ചാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പിടികിട്ടും. ഇവിടെ നോക്കുക, ട്രക്ക് ട്രാവൽസ് എ ഡിസ്റ്റൻസ് എ ടു ബി അറ്റ് എ സ്പീഡ് ഓഫ്, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ട്രക്ക് മൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്പീഡ് 40 km/h ആണ്. ആൻഡ് ടു എ, തിരിച്ച് എയിലേക്ക് വന്നു വിത്ത് എ സ്പീഡ് ഓഫ് 50 km/h. അപ്പം അങ്ങോട്ട് 40 km/h പോയ ട്രക്ക് തിരിച്ചു വന്നത് 50 km/h സമ്മതിച്ചു. Then what is the average velocity of the whole journey എന്നാണ് ചോദ്യം. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം എന്നാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എയിൽ നിന്ന് ബിയിലേക്ക് പോയ ആള് തിരിച്ച് എയിലേക്ക് തന്നെ വന്നു എന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ അയച്ചാൽ മതി, അതിന്റെ ഫൈനൽ ഇനിഷ്യൽ പൊസിഷൻസുകൾ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0 നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് 0 ഒരാൾക്ക് ആവറേജ് വെലോസിറ്റി ഉണ്ടോ? ആവറേജ് വെലോസിറ്റി അങ്ങനെയാണെങ്കിൽ 0 പറയാം. ആവറേജ് വെലോസിറ്റി ദാറ്റ് ഈസ് 0. 0 എവിടെയാണ്? ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ആവറേജ് വെലോസിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം എന്നാണ് പറയുക, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. സോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമിനെയാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷെ നീറ്റ് എക്സാമിന് ഇത് 2 രീതിയിൽ ചോദിക്കാം. അതാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ 2 രീതികളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വി ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. അതിൽ മാറ്റമൊന്നുമില്ല. നമ്മളോട് 2 രീതിയിൽ ചോദ്യം ചോദിക്കാം. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു വണ്ടി പകുതി ദൂരം ഇത്ര സ്പീഡിൽ സഞ്ചരിച്ചു, അടുത്ത പകുതി ദൂരം ഇത്ര സ്പീഡിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആവറേജ് സ്പീഡ് എത്ര എന്നേ പറയുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ദൂരവും വേണം, ടോട്ടൽ സമയവും വേണം. ഇവിടെ ടൈമിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പകുതി ദൂരം ഇത്ര വെലോസിറ്റി, അടുത്ത പകുതി ദൂരം ഇത്ര വെലോസിറ്റി. ദർ ഇസ് നോ മെൻഷൻ ഓഫ് ടൈം. അപ്പം അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആവറേജ് സ്പീഡിൻ്റെ കേസിൽ. ഇനി മറ്റൊരു ചോദ്യം ഞാൻ പറയാം. ഒരു വണ്ടി പകുതി സമയം ഇത്ര വെലോസിറ്റിയിലും അടുത്ത പകുതി സമയം ഇത്ര വെലോസിറ്റിയിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് ഇവിടെ ചോദിക്കാം, കാരണം സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ, തിരിച്ചു വരുന്നില്ലല്ലോ. അങ്ങനെയും ചോദിക്കാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ടൈം ആവറേജ് എന്നും പറയും, ടൈം ആവറേജ് സ്പീഡ് എന്നും പറയും. ഇത് രണ്ടും എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നോക്കിയേ. ഇത്ര ദൂരം മൊത്തം ദൂരം ഇത്രയാണ്. അതിൽ S1 ദൂരം V1 വെലോസിറ്റിയിൽ പോയി, S2 ദൂരം V2 വെലോസിറ്റിയിൽ പോയി, S3 ദൂരം V3 വെലോസിറ്റിയിലും പോയി. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്രയാണ് എന്നാണ് ചോദ്യം. സോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, ശരിയാണ്. S1 + S2 + S3 അത് ഓക്കെയാണ്. ബൈ ടോട്ടൽ ടൈം എന്നാണ് T1 + T2 + T3. പക്ഷെ ഇവിടെ T1 ഉം T2 ഉം T3 ഇല്ലല്ലോ, ഇല്ല. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. കാരണം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പഠിച്ചാണല്ലോ, അതിൽ നിന്ന് എഴുതിയ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യത്തെ സമയത്തിന് പകരം ഞാൻ S1/V1 എന്ന് കൊടുത്തു, രണ്ടാമത്തെ സമയത്തിന് പകരം S2/V2 എന്ന് കൊടുത്തു, മൂന്നാമത്തെ സമയത്തിന് പകരം S3/V3 എന്ന് കൊടുത്തു. ഇങ്ങനെ വേണം നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ.
ഇങ്ങനത്തെ ചോദ്യങ്ങൾ ജനറൽ ഇതാണ്. പക്ഷേ കോമൺലി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്, വളരെ സിമ്പിളാണ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, പകുതി ദൂരം. ഇത് കണ്ട, പകുതിയാന്ന് എങ്ങനെ മനസ്സിലായത്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു പകുതി ദൂരം V1 വെലോസിറ്റിയിലും അടുത്ത പകുതി ദൂരം V2 വെലോസിറ്റിയിലുമാണ് കവർ ചെയ്തത് എന്ന് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നമുക്ക് നേരത്തെ പോലെ എഴുതാം, ടോട്ടൽ ഡിസ്റ്റൻസ് എഴുതിക്കൂടെ? ടോട്ടൽ ഡിസ്റ്റൻസ് അത് S+S ആണ് ബൈ ടോട്ടൽ ടൈം. ടൈം തന്നിട്ടില്ല, അപ്പൊ S/V1 എഴുതാം. S/V1 പ്ലസ് S/V2. മേളിൽ എസും കൂടെ കൂട്ടി 2S എന്ന് വരും. താഴെ രണ്ടിടത്തു നിന്ന് S കോമൺ എടുക്കാം. സോ S കോമൺ എടുത്താൽ 1/V1 പ്ലസ് 1/V2. ഈ എസും വെട്ടിക്കളയാം. താഴെ നമുക്ക് LCM എടുക്കാം. സോ 2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 എന്ന് താഴെ വരും. ഏറ്റവും താഴെ V1 V2 എന്ന് വരും. ഈ താഴത്തെ V1 V2 മേളിലേക്ക് പോയാൽ 2V1 V2 ബൈ V1 പ്ലസ് V2 എന്ന് ഉത്തരം കിട്ടും. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഒരു ദൂരം, ഒരു ഈക്വൽ ഡിസ്റ്റൻസ് V1 വെലോസിറ്റിയിലും അടുത്ത ഈക്വൽ ഡിസ്റ്റൻസ് V2 വെലോസിറ്റിയിലും ട്രാവൽ ചെയ്താൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണത് 2V1 V2 ബൈ V1 പ്ലസ് V2. മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നീറ്റ് എക്സാമിന് അല്ലെങ്കിൽ JEE മെയിൻസിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കിയേ. എ വെഹിക്കിൾ ട്രാവൽസ് ഹാഫ് ദ ഡിസ്റ്റൻസ് L വിത്ത് സ്പീഡ് V1 ആൻഡ് അതർ ഹാഫ് വിത്ത് സ്പീഡ് V2. അപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്ത് ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. V1 ഉം V2 ആണ് അവിടുത്തെ വെലോസിറ്റീസ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. ഇപ്പൊ കണ്ട അതേ ക്വസ്റ്റ്യൻ അല്ലേ ഇത്? അതെ, ഇത് NCERT എക്സാംപ്ലർ ഉള്ള ചോദ്യം കൂടെയാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എഴുതാം 2V1 V2 ബൈ V1 പ്ലസ് V2 എന്ന് എഴുതാം. അങ്ങനെ വരുന്ന ഓപ്ഷൻ 3 ആണ്. 2V1 V2 ബൈ V1 പ്ലസ് V2 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. ഇത് ടൈമിന്റെ ആണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ? അതായത് T1 സമയം കൊണ്ട് V1 വെലോസിറ്റി, T2 സമയം കൊണ്ട് V2 വെലോസിറ്റി, T3 സമയം കൊണ്ട് V3 വെലോസിറ്റി. ആവറേജ് സ്പീഡാണ് ചോദ്യം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. പക്ഷേ ഡിസ്റ്റൻസ് തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഞാനിവിടെ സ്പീഡ് ഇൻറ്റു ടൈം എടുത്തു. V1 T1 പ്ലസ് V2 T2 പ്ലസ് V3 T3 ബൈ ടോട്ടൽ ടൈം എന്ന് കൊടുത്തു. സെറ്റായില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങളെ മനസ്സിലാക്കാൻ. ഇവിടെയും ഒരു സിമ്പിൾ കൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ ടൈം ഈക്വൽ ആയിട്ട് തരും. പകുതി ടൈം Tയും അടുത്ത ടൈം Tയും. ഇപ്പോൾ ഈക്വൽ ടൈമിലാണെങ്കിൽ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആദ്യത്തത് V1 ആണ്, ആദ്യത്തെ സമയം T ആണ്, പ്ലസ് അടുത്ത V2 ആണ്, ടൈം T ആണ്. ടോട്ടൽ ടൈം താഴെ എഴുതണം, T പ്ലസ് T എന്ന് വരും, അത് 2T ആണ്. T ഇവിടെ കോമൺ എടുത്താൽ V1 പ്ലസ് V2 ബൈ T 2T എന്ന് കിട്ടും. ഒരു Tയും വെട്ടിക്കളഞ്ഞ V1 പ്ലസ് V2 ബൈ 2. ഈ രണ്ട് ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും മാറിപ്പോകരുത്, കാരണം അങ്ങനെ മാറ്റി ചോദിക്കാം. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴുള്ള ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2V1 V2 ബൈ V1 പ്ലസ് V2 ആണ്. V1 V2 ബൈ V1 പ്ലസ് V2 ആണ്. അതേസമയം ഈക്വൽ ടൈം ഇൻ്റർവെല്ലിലാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ V1 പ്ലസ് V2 ബൈ 2. ഇത് രണ്ടുപേരുടെ കേസാണ്. ഇനി 3 പേരുണ്ടെങ്കിൽ അവിടെ 3യുടെ ടേം വരുന്ന വ്യത്യാസമാണ്, ബൈ ടോട്ടൽ എന്ന് വരും. അതേ ഉള്ള വ്യത്യാസം. നിങ്ങൾ അത് ചെയ്ത് നോക്കിയൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് വേണ്ട ഐഡിയ, വേണ്ട ബേസ് ഇതാണ്. പഠിക്കേണ്ട ഇക്വേഷൻ ഇതുമാണ്. അപ്പോൾ രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു PYQ നോക്കാം. JEE മെയിൻസിൻ്റെ PYQ ആണ്, പക്ഷേ നീറ്റിനും ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ചോദ്യമാണ്. ഇവിടെ നോക്കി, എ ഹോഴ്സ് റൈഡർ കവേഴ്സ് ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് 5 മീറ്റർ പെർ സെക്കൻഡ്. ഹാഫ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ മറ്റേ ഹാഫ് ഡിസ്റ്റൻസ് ഫോമിൽ ആലോചിച്ച് വെച്ചിരിക്കുന്നുണ്ടാവും. ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ബാക്കി ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ഫോർ ഹാഫ് ദ ടൈം ആൻഡ് സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് ഫോർ അതർ ഹാഫ് ടൈം എന്നാണ്. അതായത് സംഭവം എന്ന് വെച്ചാൽ മൊത്തം ഡിസ്റ്റൻസിനെ പകുതിയാക്കി, ഹാഫ് ഡിസ്റ്റൻസ് പോലെ ആക്കി. ഇങ്ങോട്ട് S, ഇങ്ങോട്ട് S. ആദ്യത്തെ ഡിസ്റ്റൻസിന്റെ പകുതി 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോയി. അടുത്ത S ദൂരം എന്ന് വെച്ചാൽ അടുത്ത പകുതി ദൂരത്തിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. പകുതി സമയം 10 മീറ്റർ പെർ സെക്കൻഡിലും അടുത്ത പകുതി സമയം 15 മീറ്റർ പെർ സെക്കൻഡിലുമാണ്. നമുക്ക് വേണ്ടത് മൊത്തം ജേർണിയുടെ ആവറേജ് സ്പീഡാണ്. അപ്പോൾ നിങ്ങളിവിടെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ ടൈം ആവറേജ് കണ്ടുപിടിച്ചാൽ ഇവിടുത്തെ സ്പീഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് മൊത്തം കിട്ടി, ഇവിടുത്തെ സ്പീഡ് എടുത്താൽ അവിടെ ഡിസ്റ്റൻസ് ആവറേജ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ രണ്ട് നമ്മൾ പഠിച്ച ഫോർമുലാസ് ഒരുമിച്ച് അപ്ലൈ ചെയ്തു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അത് തന്നെ ഇവിടെ ചെയ്യാം. ഞാൻ ആദ്യമേ ടൈം ആവറേജ് കണ്ടുപിടിക്കാൻ പോവാണ്. ടൈം ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് V1 പ്ലസ് V2 ബൈ 2 ആണ് എന്നറിയാം. സോ V1 പ്ലസ് V2 എന്ന് പറയുമ്പോൾ 10 പ്ലസ് 15 ബൈ 2 25 ബൈ 2 ഞാൻ അങ്ങനെ തന്നെ എഴുതി, അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് ഇവിടെ 5ഉം കിട്ടി, ഇവിടെ 25 ബൈ 2ഉം കിട്ടി. നമുക്ക് ഡിസ്റ്റൻസ് ആവറേജ് എടുക്കാം. ഡിസ്റ്റൻസ് ആവറേജ് എന്ന് പറഞ്ഞാൽ 2V1 V2 ബൈ V1 പ്ലസ് V2 ആണ്. കിട്ടിയ ഉത്തരം 2 ഇൻറ്റു
V1 എന്ന് പറഞ്ഞാൽ 5, V2 എന്ന് പറഞ്ഞാൽ 25/2 ബൈ 5 പ്ലസ് 25/2. രണ്ടും ക്യാൻസൽ ആകും. ഇതിൻ്റെ LCM എടുത്ത് ഈ 2നെ മേളിലേക്ക് എഴുതാം. സോ 5 × 25 ബൈ LCM എടുക്കുമ്പോൾ 10 + 25 35 എന്ന് വരും, ബൈ 2 എന്ന് വരും. ആ 2 മേളിലേക്ക് പോകും, പിന്നെ താഴെ 35 എന്നും വരും. 25നെയും 35നെയും 5 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 5ഉം വരും, ഇവിടെ 7ഉം വരും. മുകളിൽ 5 5s 25, 25 × 2 50, 50/7 എന്ന ആൻസർ കിട്ടും. x/7 എന്നാണ് പറയുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണെന്നാണ് ചോദ്യം. സോ എക്സിൻ്റെ സ്ഥാനത്ത് 50 ആണെന്ന് നമുക്ക് ഉത്തരം എഴുതാം. സിമ്പിൾ അല്ലേ? ഉറപ്പായിട്ടും. ഇനി നമുക്ക് NCERT-യിൽ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. NCERT-യിൽ എക്സാമ്പിളിൽ ഒരു ചോദ്യമാണ്, എക്സാമ്പിളിൽ എക്സസൈസിൽ ഒരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് വായിച്ചേ. ഒരു കള്ളുകുടിയൻ, ഒരു ഡ്രങ്കാർഡ് ഈസ് വാക്കിംഗ് ഇൻ എ നാരോ ലെയിൻ ടേക്കിംഗ് 5 steps ഫോർവേഡ് ആൻഡ് 3 steps ബാക്ക്വേർഡ്സ്. അല്ലെ, കള്ളുകുടിയന്മാർ അല്ലെങ്കിൽ കള്ളുകുടിക്കുന്നവരൊക്കെ നടക്കുന്നത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടക്കും, എന്നിട്ട് പുറകിലേക്ക് ഇങ്ങനെ വരും, പിന്നെ ഫ്രണ്ടിലേക്ക് പോവും, ഇങ്ങനെ ബാക്കിലേക്ക് വരും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കള്ളു കുടിക്കുന്ന ആള് നടന്ന് കുറച്ച് ഒരു 13 മീറ്റർ കഴിഞ്ഞൊരു കുഴിയാണ്. അപ്പോൾ എത്ര സമയം കൊണ്ടാണ് അയാൾ ആ കുഴിയിൽ വീഴുക എന്നാണ് ചോദ്യം. നല്ല ചോദ്യമല്ലേ? ഇവിടെ നോക്കിയാൽ ഡ്രങ്കാർഡ് വാക്കിംഗ് ഇൻ എ നാരോ ലൈൻ ടേക്സ് 5 steps ഫോർവേഡ് 3 steps ബാക്ക്വേർഡ്. പിന്നെ അതേപോലെ തന്നെ പിന്നെയും 5 സ്റ്റെപ്പ് മുന്നിലേക്ക്, 3 സ്റ്റെപ്പ് ബാക്കിലേക്ക്. ഈച്ച് സ്റ്റെപ്പിന്റെ നീളം, ഒരു സ്റ്റെപ്പ് എടുത്താൽ കറക്റ്റ് 1 മീറ്ററിലാണ് പുള്ളി നടക്കുന്നത്. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ എടുക്കുന്ന സമയം 1 സെക്കൻഡുമാണ്. അങ്ങനെയാണെങ്കിൽ 13 മീറ്റർ അകലെയുള്ള കുഴിയിലേക്ക് അയാൾ വീഴാൻ എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദ്യം. നമ്മുടെ മനസ്സിൽ ആ 13 മീറ്റർ വേണം വരാൻ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡ്രങ്കാർഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പറയാൻ കാരണം അയാൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു, 1 മീറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 5, 6, 7, 8, 9, 10, 11, 12, 13. ഇവിടെയാണ് നമ്മുടെ കുഴിയുള്ളത്. മൊത്തം സമയമാണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. 5 സ്റ്റെപ്പ് മുന്നോട്ടാണ് അല്ലേ? 1, 2, 3, 4, 5. ഓരോ സ്റ്റെപ്പിനും 5 സെക്കൻഡാണ്. അപ്പോൾ 5 സെക്കൻഡ് എടുത്തു. പക്ഷെ 3 സ്റ്റെപ്പ് ബാക്കിലേക്കുണ്ട്. അപ്പോൾ 1, 2, 3. ഇപ്പോൾ അയാൾ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ 5 സ്റ്റെപ്പ് മുന്നോട്ടും 3 സ്റ്റെപ്പ് ബാക്കിലോട്ടും എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ടൈം എടുത്തു? ഓരോ സ്റ്റെപ്പിനും 1 സെക്കൻഡാണ്. മൊത്തം 8 സ്റ്റെപ്പ് വെച്ചു. അപ്പോൾ ഓരോ സ്റ്റെപ്പിനും 8 സെക്കൻഡാണ്. ഇപ്പോൾ അയാൾ 8 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 പിന്നെയും തുടങ്ങുകയാണ് മുന്നിലേക്ക്. 1, 2, 3, 4, 5. 1, 2, 3. ഇപ്പം 4-ലെത്തി. അപ്പോഴും അയാൾ 8 സെക്കൻഡ് വെച്ചു. കാരണം മൊത്തം 8 സ്റ്റെപ്പ് വെച്ച് അയാൾ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. 1, 2, 3, 4, 5. 1, 2, 3. പിന്നെയും തിരിച്ചെത്തി. അപ്പോഴും 8 സെക്കൻഡ് വെച്ചു. ഇനി അയാൾ 6 നിന്നാണ് തുടങ്ങുന്നത്. 1, 2, 3, 4, 5. 1, 2, 3. പിന്നെ 8 എത്തി. അപ്പോഴും 8 സെക്കൻഡ് വെച്ചു. ഇപ്പോഴൊന്നും കുഴി വീണിട്ടില്ലേ? ഇപ്പം 8-ലാണ് നിൽക്കുന്നത്. 1, 2, 3, 4. കുഴി വീണു. കണ്ടോ? ഇനിയപ്പോൾ പിന്നെ തിരിച്ചിട്ട് നടക്കാൻ പറ്റൂല. അപ്പോൾ അത് എടുക്കണ്ട. അപ്പോൾ ഇവിടെ എത്ര സ്റ്റെപ്പ് കാണുന്നപ്പോൾ കുഴിയിലേക്ക് വീണു? 5 സ്റ്റെപ്പ് കാണുന്നപ്പോൾ കുഴിയിലേക്ക് വീണു. സോ 5 സെക്കൻഡ് എന്ന് എഴുതാം. ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ സമ്മാണ് നമുക്ക് ചോദിക്കാം. 8 8 16, 24, 32, 37. സോ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 37 സെക്കൻഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് NCERT നിന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കൂടുതലായിട്ട് എക്സാമിന് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റും. NCERT-ലെ ആവറേജ് വെലോസിറ്റി സ്പീഡിൻ്റെ ഒരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കുക. എ മാൻ walks on a straight road from his home to a market 2.5 km away with a speed of 5 km/h. Find the market closed. He instantly turns and walks back home with a speed of 7.5 km/h. What is the magnitude of average velocity and average speed of the man over the time interval എന്നാണ്. ഒരാൾ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷെ മൊത്തം സമയത്തെ കാര്യമല്ല ഇവർ ചോദിക്കുന്നത്. അവർ സ്പ്ലിറ്റ് ചെയ്ത് ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ നോക്കാൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ്ലി കയറി ആവറേജ് സ്പീഡിൻ്റെ അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എഴുതി വെക്കരുത്. അപ്പോൾ ഇവർ പറയുന്നത് ഹോമിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പം അതിലേക്ക് 2.5 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ ദൂരം തന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 km/h ആണ്. ഇങ്ങോട്ട് വന്ന സ്പീഡ് എന്ന് പറയുന്നത് 7.5 km/h ആണ്. അതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ചോദ്യം 0-നും 30 മിനിറ്റിനും ഇടയിൽ അയാളുടെ ആവറേജ് വെലോസിറ്റി സ്പീഡും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും ഉണ്ട്. അയാൾക്ക് അവിടം വരെ പോയി തിരിച്ചു വരാനെടുത്ത സമയം നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനെടുത്ത സമയം നോക്കാം.
ടൈം ടു അങ്ങോട്ട്, ദാറ്റ് ഈസ് എച്ചിൽ നിന്നും എമ്മിലേക്ക് പോകാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ സമയം ഈസ് ആക്ച്വലി ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് കൊടുക്കുക അല്ലേ. 2.5/5 എന്ന് പറഞ്ഞാൽ അരാന്ന് കിട്ടും. ഇവിടെ ഹവറിലായതുകൊണ്ട് അരമണിക്കൂർ എന്ന് എഴുതാം. അരമണിക്കൂറിനെ വേണമെങ്കിൽ എനിക്ക് മനസ്സിലാവാൻ 30 മിനിറ്റ് എന്ന് എഴുതുന്നുണ്ടെന്ന് പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് തിരിച്ചു നോക്കാം, മാർക്കറ്റ് ടു ഹൗസ് നോക്കാം. അവിടെയും ഡിസ്റ്റൻസിന് മാറ്റമില്ല, 2.5 ആണ്. എടുത്ത ദൂരം 7.5 ആണ്. 25/75 എന്ന് വരും. അത് 1/3 ആണ്. ദാറ്റ് ഈസ് 1/3 ഹവർ എന്ന് കിട്ടും. ആക്ച്വലി 1/3 ഹവറിനെ മിനിറ്റ് ആക്കാൻ വേണ്ടി ഇൻറ്റു 60 ചെയ്താൽ മതി. ഹവറിനെ മിനിറ്റ് ആക്കാൻ 60 ചെയ്താൽ പോരെ, ഇൻറ്റു 60 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 20 മിനിറ്റ് എന്നും കിട്ടും. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മൊത്തം 50 മിനിറ്റിലാണ് ജേർണി കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം, വിച്ച് ഈസ് 0 തൊട്ട് 30 മിനിറ്റ് വരെ എന്തായിരുന്നു അവിടുത്തെ ആവറേജ് സ്പീഡ്, എന്താണ് അവിടുത്തെ ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആദ്യത്തെ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് പോകാനെടുത്ത സമയമല്ലേ, അങ്ങോട്ട് പോകാനെടുത്ത ആ ഇന്റർവെൽ അല്ലേ കൺസിഡർ ചെയ്യേണ്ടത്. അതെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2.5 കിലോമീറ്റർ എടുത്തു. അതേപോലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 5 കിലോമീറ്റർ പെർ അവർ ആണ്. നമുക്കിനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് അവിടുന്ന് അവിടം വരെ പോയി ഡിസ്പ്ലേസ്മെന്റ് 2.5 ആണ്. സോ 2.5 ബൈ അവിടുത്തെ ടൈമാണ്. എത്ര സമയം എടുത്തു? 30 മിനിറ്റ് എടുത്തു എന്നാണ് നമ്മൾ പഠിച്ചത്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ്. അപ്പോൾ 1/2 എന്ന് കൊടുക്കാം. അപ്പോൾ അവിടുത്തെ ആവറേജ് വെലോസിറ്റി കിട്ടും 5 കിലോമീറ്റർ പെർ അവർ. ആവറേജ് സ്പീഡും അത് തന്നെയല്ലേ, കാരണം ടോട്ടൽ ഡിസ്റ്റൻസും 2.5 ആണ്, അതിനെടുത്ത സമയവും 1/2 ആണ്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി, വിച്ച് ഈസ് 5 കിലോമീറ്റർ പെർ അവർ. ഇനി നമുക്ക് അടുത്ത് നോക്കാം 0 to 50 മിനിറ്റ്. 50 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ്. 0 to 50 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ടോട്ടൽ ആണ് എടുക്കുന്നത്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ അതായത് അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന സമയമാണ്. സോ അവിടെ ശ്രദ്ധിക്കണം, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് ബൈ 50 മിനിറ്റ്. 50 മിനിറ്റിനെ ഇതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 50 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും മിനിറ്റിനെ മണിക്കൂറാക്കാൻ 50/60 കൊണ്ട് ഗുണിച്ച് ഡിവൈഡ് ചെയ്താൽ മതി. സോ 5/6 ഹവർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 5/6 ഹവർ ആണ്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഉത്തരം 0 എഴുതാം. ആവറേജ് സ്പീഡ് നമുക്ക് നോക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് 2.5ഉം ഇങ്ങോട്ട് 2.5ഉമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ബൈ സമയം 50 മിനിറ്റ് ആണ്, വിച്ച് ഇസ് 5/6 എന്ന് കിട്ടും. 5 വിട്ടിപ്പോയി 6 മേളിലേക്ക് പോയാൽ 6 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതാണ് നല്ലൊരു ചോദ്യം, വിച്ച് ഇസ് 0 to 40 മിനിറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 0 to 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ 0 തൊട്ട് ഇവിടം വരെ 30 മിനിറ്റ് ആണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്തു? ഒരു 10 മിനിറ്റും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണത് 30 മിനിറ്റും 10 മിനിറ്റും കൂടെ ചേർത്ത് 40 മിനിറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം നമുക്കറിയാം 2.5 ആണ്. സ്പീഡ് 5 കിലോമീറ്റർ പെർ അവർ ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 7.5 കിലോമീറ്റർ പെർ അവർ ആണ് എന്ന് നമുക്കറിയാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിക്കൊക്കെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ വേണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്ന പറയുമോ, ഇവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. സോ അങ്ങനെ കണ്ടുപിടിക്കുക. ഈ ദൂരം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വെലോസിറ്റിയും തന്നിട്ടുണ്ട്, 7.5 കിലോമീറ്റർ പെർ അവർ ഇൻറ്റു മിനിറ്റ് ആണ്. അതിനെ ഇതാക്കിയാൽ ഇത് വെട്ടിക്കളഞ്ഞാൽ 1.25 കിലോമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ 1.25 ആണ്, മൊത്തം 2.5 ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇനിഷ്യൽ പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസമാണ്. സോ അങ്ങനെ വ്യത്യാസം എടുക്കുമ്പോൾ 1.25 ആണ് ഈ ദൂരവും എനിക്ക് കിട്ടുക. ബൈ അവിടുത്തെ സമയമാണ്. എത്ര മിനിറ്റ് എടുത്ത്? 40 മിനിറ്റ് എന്നാണ് പറയുന്നത്. 40 മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് എങ്ങനെ മാറ്റുക? 40/60 ചെയ്താൽ മതി. 4/6 2/3 എന്ന് കിട്ടും. സോ 2/3 എന്ന് കിട്ടും. 2/3 ചെയ്ത് നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇനി ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നോക്കിയാൽ 2.5 ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു, ഇവിടുന്ന് പിന്നെ ഒരു 1.25 കൊണ്ട് ട്രാവൽ ചെയ്തു. അപ്പോൾ നമുക്ക് 2.5 + 1.25 എന്ന് വരും, വിച്ച് ഈസ് 3.75 എന്ന് വരും. സമയം 40 മിനിറ്റ് എടുത്താണ് ട്രാവൽ ചെയ്തത്. 40 മിനിറ്റ് എടുത്ത് ട്രാവൽ ചെയ്യുന്ന നമ്മൾ ഇൻറ്റു 2/3 ചെയ്ത് നമുക്ക് അതും കണ്ടുപിടിക്കാൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മളപ്പം NCERT ചെയ്താണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. വെലോസിറ്റി പഠിച്ച സ്ഥിതിക്ക് നമുക്കിനി ആക്സിലറേഷനിലേക്ക് പോകാം. സോ ആക്സിലറേഷൻ ഈസ് ആക്ച്വലി വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. പൊസിഷൻ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്ന പോലെ ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി വെക്ടർ ആൻഡ് ആക്സിലറേഷൻ ഈസ് ഓൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി. v - u/t എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്.
സോ ആക്സിലറേഷൻ യൂണിഫോം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. യൂണിഫോം ആക്സിലറേഷൻ്റെ അർത്ഥം ആക്സിലറേഷൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ആക്സിലറേഷൻ നമുക്ക് രണ്ട് രീതിയിലാണ്. ഒന്ന് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അതിനെ നമ്മൾ ആക്സിലറേഷൻ എന്നാണ് ജനറലി പറയാം. സ്പീഡ് ഡിക്രീസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആക്സിലറേഷൻ നമ്മൾ റീറ്റാർഡേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. അവിടെ നമ്മൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് അപ്ലൈഡ് അല്ലെങ്കിൽ അസോസിയേറ്റ് വിത്ത് സ്റ്റോപ്പിംഗ് ഓർ ബ്രേക്കിംഗ് എന്നാണ് നമ്മൾ പറയുക. അപ്പം യൂണിഫോം ആയിട്ടാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതെങ്കിൽ വെലോസിറ്റി അതേപോലെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അല്ലാതെ മറ്റേ ആക്സിലറേഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരുന്നാൽ നമ്മൾ അതിനെ നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ നോൺ യൂണിഫോം ഡീസിലറേഷൻ എന്ന് വേണം പറയാൻ. അപ്പോൾ ആക്സിലറേഷനും ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം പഠിച്ചാൽ നമുക്ക് നേരെ പോകാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നൊരു സംഭവമാണ് അല്ലേ. നമ്മൾ ആദ്യമേ ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ വണ്ടിയിൽ ഒരു പ്രത്യേക സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഞാൻ ആക്സിലറേറ്റർ കൊടുത്തു, അതാണ് പറയുന്നത് എൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആയിരുന്നു, പെട്ടെന്ന് ഞാൻ a കൊടുത്തു, ആക്സിലറേറ്റർ കൊടുത്തപ്പം എൻ്റെ വെലോസിറ്റി, എൻ്റെ സ്പീഡ് കൂടി അല്ലേ, എൻ്റെ സ്പീഡ് മാറി v ആയി മാറി. ഇത് സംഭവിച്ചത് t സമയത്താണ്. അതിനടുത്ത് ദൂരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സമയം കൊണ്ട് ഞാൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് s ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3-4 ആൾക്കാർ, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സോ ആ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മൾ പഠിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് എല്ലാം, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഇക്വേഷൻസ് എല്ലാം യൂണിഫോം ആക്സിലറേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താ, ആക്സിലറേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, ആക്സിലറേഷന് ഒരു മാറ്റവും വരുത്തില്ല. അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് v is equal to u plus at പഠിച്ചതാണ്, s equal to ut plus half at square പഠിച്ചതാണ്, v square equal to u square plus 2as. ഇത് 3 ആൾക്കാരാണ് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മൾ പല ചോദ്യങ്ങളിലായിട്ട് എംപ്ലോയ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ദറ്റ് ഈസ് റീറ്റാർഡഡ് മോഷൻ ആണെങ്കിൽ. റീറ്റാർഡഡ് മോഷൻ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് സ്റ്റോപ്പിംഗ് അല്ലെങ്കിൽ റീറ്റാർഡേഷൻ ഈസ് അപ്ലൈഡ് എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ അവിടെ ആക്സിലറേഷൻ അവിടെ നെഗറ്റീവ് കൊടുത്താൽ മതി, കാരണം അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ടാണ് v equal to u minus at, s equal to ut minus half at square, അതുപോലെ v square equal to u square minus 2as. അപ്പം ആക്സിലറേഷന് പോസിറ്റീവ് ഇക്വേഷൻ എഴുതുക, എന്നിട്ട് ആ വാല്യൂ മൈനസ് ആക്കി കൊടുക്കുക, അത്രയും ചെയ്താൽ മതി. അല്ലാതെ ഈ ഇക്വേഷൻ എഴുതി വെച്ചിട്ട് പിന്നെയും അതിൽ കയറി എന്ത് ചെയ്യരുത്, മൈനസ് ഇട്ട് വെക്കരുത്. തന്നിരിക്കുന്ന വാല്യൂ എന്താണ് അതിൻ്റെ അർത്ഥം, നെഗറ്റീവ് ആണെന്ന് മീനിങ് ഉള്ളൂ, അല്ലാതെ വേറെ മീനിങ് ഒന്നും ഇല്ല. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. ഇനി നമ്മളിവിടെ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ ചെറിയൊരു വ്യത്യാസം. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി ഈ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നു, സ്റ്റോപ്പ് ആവുന്നു. അപ്പോൾ അവിടെ ആക്സിലറേഷൻ ആണോ റീറ്റാർഡേഷൻ ആണോ? ഉറപ്പായിട്ടും റീറ്റാർഡേഷൻ ആണ്. അതാണ് ഇവിടെ കാണുന്നത്. എ വണ്ടി ഈസ് മൂവിങ് വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി u, ഒരു കുറച്ച് ദൂരം സഞ്ചരിച്ച് അവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യാണ്, വിച്ച് ഈസ് ആക്സിലറേഷൻ അപ്ലൈ ചെയ്യാണ്, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 മാറി. അപ്പോൾ ഇവിടെ നോക്കിയാൽ v ഉണ്ട്, u ഉണ്ട്, a ഉണ്ട്, s ഉണ്ട്. ഇവരെ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ട്. അത് ഏതാണ്? v square equal to u square plus 2as. ഇത് ആക്സിലറേഷൻ ആണോ റീറ്റാർഡേഷൻ ആണോ? ഉറപ്പായിട്ടും റീറ്റാർഡേഷൻ ആണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് നമ്മുടെ നോർമൽ ഇക്വേഷൻ എഴുതിയാൽ മതി, എന്നിട്ട് ആക്സിലറേഷനോ റിട്ടാർഡേഷനോ നോക്കിയിട്ട് അവിടെ എന്ത് കൊടുത്താൽ മതി, സൈൻ കൊടുത്താൽ മതി. സോ u square minus 2as എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ഇത് v അല്ലേ, ഫൈനൽ വെലോസിറ്റി അല്ലേ, അത് സ്റ്റോപ്പ് ആകുന്നു എന്നല്ലേ അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ 0 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് 0 കൊടുക്കാം. സോ 0 equal to u square minus 2as. ഈ മൈനസ് 2asന് അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 2as equal to u square, ഓർ എനിക്കിവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്, s ആണ് വേണ്ടത്. അപ്പോൾ u square by 2a എന്ന് എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തുവാണെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി u square by 2a എന്ന് ഇക്വേഷൻ കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ 2 വണ്ടികളെ കമ്പയർ ചെയ്യാൻ പറയും, അവരുടെ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ട് ആർക്കാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുതലെന്ന് ചോദിക്കും. അങ്ങനെയും നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയണം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് u സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ എന്നും നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, എ കാർ വാസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 10 meter per second. അപ്പോൾ ഓൾറെഡി അത് സ്പീഡിൽ പോകുന്നുണ്ട്, അതിന് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വിളിച്ചു. ആഫ്റ്റർ ദ ബ്രേക്സ് വെയർ അപ്ലൈഡ്, കണ്ടോ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പം ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഡീസിലറേറ്റ് അറ്റ് എ റേറ്റ് ഓഫ് 2 meter per second square. അപ്പോൾ ഇവിടെ നിങ്ങൾ ചാടി കയറി a equal to -2 എന്ന് എഴുതി വെക്കരുത്, അത് ഇക്വേഷൻ എഴുതുമ്പോൾ കൊടുത്താൽ മതി. ആൻഡ് ഫൈനലി അപ്പോഴാണ് എല്ലാവരും തെറ്റിക്കുന്നത്, എന്നിട്ട് മൈനസ് ഓഫ് മൈനസ് പ്ലസ് എന്നൊക്കെ ഇട്ട് വെക്കുക. അങ്ങനെ ചെയ്യരുത്. ഇക്വേഷൻ എഴുതുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ പോയി സൈൻ ഇട്ട് കൊടുക്കരുത്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ അറിയാം.
ആൻഡ് ഫൈനലി കെയിം ടു റെസ്റ്റ് എന്നാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് എന്നാണ്. അപ്പം ഒരു വണ്ടി റെസ്റ്റിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? എസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a. അപ്പോൾ യു സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 × 10/2 ഇൻറ്റു ആക്സിലറേഷൻ 2 ആണ്. അപ്പോൾ 100/4 എന്ന് കിട്ടും. 100/4 എന്ന് പറഞ്ഞ് 25 25 മീറ്റർ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്പീഡ് ഓഫ് 2 ഐഡന്റിക്കൽ കാർസ് ആർ യു ആൻഡ് 4u. കണ്ടോ? അപ്പോൾ രണ്ടുപേരുടെ സ്പീഡ് വന്നിട്ടുണ്ട്. കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അറ്റ് എ സ്പെസിഫിക് ഇൻസ്റ്റന്റ് ദ റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് ഡിസ്റ്റൻസസ് ഇൻ വിച്ച് 2 കാർസ് ആർ സ്റ്റോപ്ഡ് ഫ്രം ദാറ്റ് ഇൻസ്റ്റന്റ് എന്നാണ് ചോദ്യം. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ കണക്ഷനാണ് നമ്മളോട് പറയുന്നത്. അപ്പം നമുക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് യു സ്ക്വയറിന് പ്രപ്പോർഷനിലാണ്. സോ ഫസ്റ്റ് ഡിസ്റ്റൻസിനെ S1 എന്ന് വിളിച്ചാൽ അത് ആദ്യത്തെ കാറിന്റെ യുവിൻ്റെ പ്രപ്പോർഷനിലാണ്. രണ്ടാമത്തെ ആളുടെ S2 മറ്റേതിൻ്റെ 4uൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷനിലാണ്. 4u സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16u സ്ക്വയർ എന്ന് വരും. ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യാണ് S1/S2 ഈക്വൽ ടു യു സ്ക്വയർ ബൈ 16u സ്ക്വയർ എന്ന് കിട്ടും, അല്ലെങ്കിൽ 1/16 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ചോദ്യം ദ റേഷ്യോ എന്ന് തന്നെയാണ്. അപ്പോൾ S1/S2 എന്ന് പറഞ്ഞാൽ 1:16 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ സാധിക്കും. അടുത്തൊരു നല്ല ചോദ്യമാണ്, പക്ഷേ അത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് റിലേറ്റഡ് അല്ല. നമ്മൾ കോമൺലി v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2s, s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് t സ്ക്വയർ, v ഈക്വൽ ടു u പ്ലസ് 8t അതൊക്കെ വെച്ച് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ ഏത് ഉപയോഗിക്കണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ സ്മോൾ ടോയ് സ്റ്റാർട്ട്സ് മൂവിങ് ഫ്രം ദ പൊസിഷൻ ഓഫ് റെസ്റ്റ്. അപ്പോൾ ആദ്യമേ റെസ്റ്റിലായിരുന്നു, അതുകൊണ്ട് u ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അവിടുന്ന് ഒരു ടോയ് മൂവ് ചെയ്യുകയാണ് അണ്ടർ ആൻ ആക്സിലറേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ആക്സിലറേഷൻ എന്ന് ഇരിക്കട്ടെ. ഇഫ് ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 10 മീറ്റർ, അപ്പോൾ അത് 10 മീറ്റർ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അതിനെടുത്ത സമയം t സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ടോയ് ഇൻ ദ നെക്സ്റ്റ് t സെക്കൻഡ്സ് വിൽ ബി എന്നാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ നോക്കുക, സ്റ്റാർട്ട് ചെയ്തു, 10 മീറ്റർ സഞ്ചരിച്ചു, അതിനെടുത്ത സമയം t ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത t സെക്കൻഡ് കൊണ്ട് അത് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദ്യം. എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടെ നേരത്തെ സ്റ്റോപ്പ് ചെയ്തെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യമേ ഇതായിരുന്നു എൻ്റെ പൊസിഷൻ, അത് ഇവിടം വരെ എത്തി, അതിനടുത്ത ദൂരം 10 മീറ്റർ ആണ്. ഇനി ആദ്യത്തിൽ നിന്ന് കമ്പയർ ചെയ്ത് തുടങ്ങിയാൽ ഇവിടുന്ന് ഇപ്പോൾ ഇവിടം വരെ എത്തി. കണ്ടോ? അതായത് t+t സെക്കൻഡ് വരെ എത്തി. അപ്പോൾ അതിനടുത്ത ദൂരം ഇത് മൊത്തം ദൂരമാണ്, 10+s എടുത്തു. അപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ സിറ്റുവേഷൻ മാത്രം എടുക്കാം, സിമ്പിളാണ്. അവിടെ ഡിസ്റ്റൻസ് ഉണ്ട്, a ഉണ്ട്, t ഉണ്ട്, u ഉണ്ട്. അപ്പോൾ നമുക്ക് s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന ഇക്വേഷൻ എടുക്കാം. കാരണം ഇവരൊക്കെയാണല്ലോ തന്നിട്ടുള്ളത്. ഓക്കെ, s എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് അതിനെ ഞാൻ മാറ്റി ഇൻറ്റു ഹാഫ് at സ്ക്വയർ എന്ന് എഴുതി. ഇതാണ് ഫസ്റ്റ് കേസിലെ കണ്ടീഷൻ. നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. അതും ഇവിടുന്ന് തന്നെ നോക്കണം. ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ് രണ്ടാമത്തെ കേസ്. ഈ ഫുൾ കേസാണ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങും s ഉണ്ട്, u ഉണ്ട്, and എല്ലാം t ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ തന്നെ കൊടുക്കാം. s എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ്. അപ്പോൾ 10 ഉണ്ട്, s ഉണ്ട്. അപ്പോൾ എനിക്ക് 10+s എന്ന് എഴുതാം, മാറിപ്പോകരുത്. സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ ആയതുകൊണ്ട് അവിടെ ഇനിഷ്യൽ വെലോസിറ്റി എടുക്കേണ്ടത്, അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഇൻറ്റു ഹാഫ് ഇൻറ്റു at സ്ക്വയർ. ആക്സിലറേഷന് മാറ്റമൊന്നുമില്ല, പക്ഷെ ടൈം എത്ര എന്ന് പറയാമോ? ഇവിടുന്ന് ഇവിടം വരെയാണ് ടൈം. അപ്പോൾ t+t ഉണ്ട്, ടൈം 2t ഉണ്ട്, ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഒന്നും കൂടെ ഇത് വൃത്തിയാക്കാം. 10+s ഈക്വൽ ടു 4 ഇൻറ്റു ഹാഫ് at സ്ക്വയർ എന്നെഴുതി. എനിക്ക് s ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്, ഈ ദൂരമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതിന് ഞാൻ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തെന്നുള്ളൂ, വേറൊന്നുമില്ല. സോ ഇവിടെ ഹാഫ് at സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഞാനിവിടെ 4 ഇൻറ്റു 10 എന്ന് കൊടുത്തു. അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 1 ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് 40 കിട്ടി. അപ്പോൾ 10+s ഈക്വൽ ടു 40 എന്ന് കിട്ടും, ഓർ s ഈക്വൽ ടു 30 മീറ്റർ എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പം നമ്മൾ ആൾക്കാരെ കണ്ട് എങ്ങനെ ഇതിന് വാലുവേറ്റ് ചെയ്യാന്നുള്ള മനസ്സിലാക്കുന്ന ഒരു നല്ല ചോദ്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ഗ്രാഫുകൾ എന്ന് പറയുന്നത്. സോ ഗ്രാഫുകളെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഗ്രാഫുകളെക്കുറിച്ചുള്ള മിനിമം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അതിൽ നമുക്ക് പല രീതിയിലുള്ള ഗ്രാഫുകളെ ഫേസ് ചെയ്യേണ്ടി വരും. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്സ് ആണ്, മറ്റൊന്ന് പാരാബോളിക് ടൈപ്പ് ഗ്രാഫാണ്, മറ്റൊന്ന് കോൺസ്റ്റൻറ്റ് ഗ്രാഫാണ്. അപ്പോൾ അതിനെ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് പഠിക്കാം. സോ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y = mx+c ഫോമാറ്റിൽ എഴുതുന്ന ആൾക്കാരാണ് സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ അത് പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ആലോചിക്കണം, y = mx+c എന്ന് പറയുമ്പോൾ m സ്ലോപ്പാണ്, c എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ y ആക്സിസിൽ ആ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗ്രാഫ് എവിടെയാണോ y ആക്സിസിൽ മുട്ടുന്നത് അതിനെയാണ് y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി രണ്ടുപേരും പോസിറ്റീവാണ്. കണ്ടോ? y ഇൻ്റർസെപ്റ്റ് പോസിറ്റീവാണ്, അതുകൊണ്ടാണ് മേളി വരച്ചത്.
സ്ലോപ്പും പോസിറ്റീവാണ്. സ്ലോപ്പ് പോസിറ്റീവായ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ ഇങ്ങനെ മേലേക്കാണ് വരയ്ക്കുക. ഇതാണ് mx+c എന്ന് പറയുന്നത്. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ സ്ലോപ്പ് നെഗറ്റീവാണ്. അപ്പോൾ ഇയാൾ പോസിറ്റീവ് തന്നെയാണ്, അപ്പോൾ ഞാൻ y ആക്സിസിൻ്റെ പോസിറ്റീവ് തന്നെ വരച്ചു. പക്ഷേ സ്ലോപ്പ് നെഗറ്റീവാണ്. അതിനെയാണ് ഡിക്രീസിങ് ഗ്രാഫ് എന്ന് പറയും. സ്ട്രെയിറ്റ് ലൈൻ ഡിക്രീസിങ് ഗ്രാഫിനെ നമ്മൾ ഇങ്ങനെ വേണം വരയ്ക്കാൻ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ. y = mx-c. സ്ലോപ്പ് പോസിറ്റീവാണ്, പക്ഷേ y ഇൻ്റർസെപ്റ്റ് നെഗറ്റീവാണ്. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് നെഗറ്റീവ് എന്ന് കൊടുത്തു, സ്ലോപ്പ് പോസിറ്റീവ് ഉണ്ട്, മേലേക്ക് വരച്ചു. ഇവിടെ നോക്കിയാൽ -mx-c. ഇവിടെ കണ്ടോ, -mx-c എന്ന് പറഞ്ഞാൽ അവിടെ സ്ലോപ്പ് നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവാണ്. അപ്പം താഴേക്കും വേണം, പക്ഷേ താഴേന്ന് തുടങ്ങുകയും വേണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫുകളിലെല്ലാം ഈ എക്സിൻ്റെ പവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് 1 ആണ്. പവർ 1 വരുന്ന ഗ്രാഫുകളൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മനസ്സിലാക്കുക. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ അത് ഹെൽപ്ഫുൾ ആവും. കാരണം ഇക്വേഷനോ വല്ലതൊക്കെ ആയിരിക്കും നമ്മളോട് തരിക. ഓക്കെ, ഇനി പാരാബോള ഗ്രാഫ്. പവർ 2 വരുന്ന ഗ്രാഫുകളെ ഉള്ള ബേസിക് 2 പാരാബോളാസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് മാത്രം നമുക്ക് പഠിക്കാം. സോ ഇങ്ങനെ പവർ 2 വരുന്ന 2 ഗ്രാഫുകളാണ് ബേസിക് പാരാബോളാസ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ +x² എന്ന് വരും, അല്ലെങ്കിൽ -x² എന്ന ഫോമിലായിരിക്കും വരിക. സോ +x² ആണെങ്കിൽ നമ്മൾ അപ്പ് പരാബോളയുടെ ഒരു ഭാഗമാണ് കാണിക്കുക. ഇങ്ങനെ വേണം അപ്പ് പരാബോള കാണിക്കാൻ. -x² ആണെങ്കിൽ ഇൻവേർട്ടഡ് പരാബോളയുടെ ഒരു പാർട്ട് വേണം കാണിക്കാൻ. ഇതാണ് ഇൻവേർട്ടഡ് പരാബോളേൻ്റെ പാർട്ട്. ഇതിനെ ഡൗൺ പരാബോള എന്നും വിളിക്കാം. അപ്പം +x² -x². നിങ്ങൾ പവർ വെച്ച് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്ട്രെയിറ്റ് ലൈൻ ആണോ അതേസമയം പരാബോളയാണോ എന്നൊക്കെ പറയാം. ഇനി പവർ 0 ആണെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റന്റ് ഗ്രാഫ് എന്ന് പറയും. കണ്ടോ, ഇവിടെ +k ആണ്, വിച്ച് ഈസ് k(x⁻⁴). കാരണം അവിടെ എക്സിൻ്റെ ടേം ഒന്നും ഉണ്ടാവില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ ഒന്നും മാറുന്നില്ല, എക്സിൻ്റെ വാല്യൂ അനുസരിച്ച് ഇത് മാറുന്നില്ല. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു x ആക്സിസ്. ഇനി നെഗറ്റീവ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈഡിൽ വരയ്ക്കും. ഇത് ബേസിക്കലി അറിഞ്ഞിരിക്കുക. ഇതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഗ്രാഫുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫുകളെ കുറിച്ച് നമ്മൾ ലൈവിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരാം. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ മീൻസ് ഇതിൻ്റെ ഉപയോഗത്തിലേക്ക് വരാം. എന്തിനാണ് ഇത് പറഞ്ഞതെന്നും എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കാം. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫുകൾ. അപ്പോൾ നമ്മൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ കേസിലുള്ള ഇക്വേഷൻസ് ആണ് പഠിച്ചത്. s = ut + ½ v = u + at. അതേപോലെ തന്നെ എന്താണ് v² = u² + 2as. ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. അന്ന് നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് ടൈം ഗ്രാഫ് വേണം, വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് വേണം, ആക്സിലറേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് വേണം. യൂണിഫോംലി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണ്, ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം, s = ut + ½ at². ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മാക്സിമം പവർ ഏതാണ് എന്ന് നോക്കണം. ഇവിടെ കണ്ടോ, ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ ഏറ്റവും മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ t² ആണ്. അവിടുത്തെ വാല്യൂ പോസിറ്റീവുമാണ്. അപ്പോൾ അപ്പാണോ ഡൗൺ ആണോ പരാബോള വരയ്ക്കേണ്ടത്? 2 പവർ വന്നുകൊണ്ട് പരാബോളയാണെന്ന് മനസ്സിലായി, അപ്പ് പരാബോളയാണെന്നും കൺഫേം ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് ടൈം ഗ്രാഫ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി അടുത്തതിലേക്ക് നോക്കാം. v = u + at. ഇത് വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫിന് വേണ്ടിയാണ് v = u + at ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ടൈമിൻ്റെ പവർ, നമ്മൾ ടൈം ആണല്ലോ എടുക്കുന്നത്, എക്സിൻ്റെ പകരം ടൈം ആണല്ലോ എടുക്കുന്നത്. സോ ടൈമിൻ്റെ പവർ 1 ആണ്. സോ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഉറപ്പായിട്ടും സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ u എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ് ആണ്. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി u 0 ആണെങ്കിൽ ഇങ്ങനെയും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഏതാണെങ്കിലും ഓക്കെയാണ്. കണ്ടോ, അപ്പോൾ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലായി, ഒരു ഗ്രാഫ് വരയ്ക്കാൻ മനസ്സിലായി എന്നർത്ഥം. ഇനി ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ആക്സിലറേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, ആക്സിലറേഷൻ കാണിച്ചു, പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെയും കാണിച്ചു. കണ്ടോ. ഇനി യൂണിഫോംലി ഡീസിലറേഷൻ ആണെങ്കിലോ, യൂണിഫോം ഡീസിലറേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ s വേഴ്സസ് ഗ്രാഫിന് s = ut -½ at² വേണം വരയ്ക്കാൻ. അപ്പം മൈനസും t² വേണം നിങ്ങൾ നോക്കാൻ. അടുത്ത v = u - at ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. കണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ലോപ്പ് നെഗറ്റീവ് ആണ്, y ഇൻ്റർസെപ്റ്റ് പോസിറ്റീവ് ആണ്. ആ ഗ്രാഫ് വേണം നോക്കാൻ. മറ്റടുത്ത് ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അത് നമുക്ക് നോക്കിയാലോ. യെസ്, ഇവിടെ കണ്ടോ, ut -½ at². ഇവിടെ നെഗറ്റീവും ഇവിടെ 2 പവറും വന്നു. അപ്പോൾ ഡൗൺ പരാബോള വരച്ചു. ഇവിടെ ഇൻ്റർസെപ്റ്റ് പോസിറ്റീവ് ആണ്, പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നെഗറ്റീവ് സ്ലോപ്പാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴേക്ക് വേണം വരയ്ക്കാൻ. അപ്പോൾ ഒരു ഇക്വേഷൻ കണ്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് കണ്ടാൽ ആ ഗ്രാഫ് എങ്ങനെ ഇരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, പറയാൻ സാധിക്കണം. ഇവിടെ ആക്സിലറേഷൻ
ഡീസിലറേഷൻ ആണ്, റിട്ടാർഡേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, താഴെയും വരച്ചു. നമുക്കൊരു ചോദ്യം നോക്കാം, കുറച്ചുകൂടി എളുപ്പമാകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ചോദ്യങ്ങളാണ്, ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ, ഒരു അപ്പ് പരാബോളയും ഒരു ഡൗൺ പരാബോളയുമാണ് കാണുന്നത്. എന്നിട്ട് ഏത് ടൈപ്പ് മോഷൻ ആണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം നോക്കിയേ, ഫിഗർ 1 and 2 below shows the displacement time graphs of two particles moving along the x-axis. We can say that എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇത് അപ്പ് പരാബോളയാണ്, ഡിസ്പ്ലേസ്മെന്റ് വെസസ് ടൈം ഗ്രാഫ് ആണ്. ആലോചിക്കുക, S=UT + ½ AT² എന്ന് വെച്ചാൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഇത് ഡൗൺ പരാബോളയാണ്, ഡിസ്പ്ലേസ്മെന്റ് വെസസ് ടൈം ഗ്രാഫുമാണ്. അപ്പോൾ അതെന്താ, -½ AT² ആണ്. അപ്പോൾ യൂണിഫോംലി റീറ്റാർഡഡ് മോഷൻ ആണ്. കണ്ടോ, അപ്പോൾ നമ്മൾ ഗ്രാഫുകൾ കണ്ട് മനസ്സിലാക്കി പഠിക്കുകയാണ്. ഗ്രാഫുകൾ കണ്ട് നമുക്ക് മനസ്സിലാവുകയാണ് അത് എന്താണ്, ആക്സിലറേറ്റഡ് ആണോ റിട്ടാർഡഡ് ആണോ എന്ന് മനസ്സിലാക്കുകയാണത്. അപ്പോൾ കണ്ടോ, ഓപ്ഷൻസ് നോക്കി, ബോത്ത് ദ പാർട്ടിക്കിൾസ് ആർ ഹാവിങ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. തെറ്റല്ലേ, ഒരാൾ ആക്സിലറേറ്റഡും ഒരാൾ റീറ്റാർഡഡുമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? പാർട്ടിക്കിൾ 1 ഈസ് ആക്സിലറേറ്റഡ്, പാർട്ടിക്കിൾ 2 ഈസ് റിട്ടാർഡഡ്. ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. എളുപ്പമല്ലേ? ഇനി അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം. A particle starts from origin or from rest and moves with a uniform acceleration along the positive x-axis. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണ്, റീറ്റാർഡേഷൻ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രാഫ് അറിയാം. യൂണിഫോം ആക്സിലറേഷൻ്റെ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് വെസസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അപ്പ് പരാബോളയാണ്. വെലോസിറ്റി വെസസ് ടൈം ഗ്രാഫ്, സംശയം ഉണ്ടെങ്കിൽ ഈക്വേഷൻ എഴുതി നോക്കുക. S=UT + ½ AT² ആണ്. T² വന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി V=U + AT ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, പോസിറ്റീവുമാണ്. അപ്പോൾ ഇങ്ങനെ വരും ഗ്രാഫ്. 0 എന്നാണെങ്കിൽ 0, ഏതാണെങ്കിൽ ഓക്കെയാണ്. ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അടുത്തത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റന്റുമാണ്. A വെസസ് T ഗ്രാഫ് കോൺസ്റ്റന്റുമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഗ്രാഫുകളാണ് യൂണിഫോം ആക്സിലറേഷനിൽ കറക്റ്റ് എന്നാണ് ചോദ്യം. ആക്സിലറേഷൻ വെസസ് T ഗ്രാഫ് കോൺസ്റ്റന്റ് ആണ്, കറക്റ്റ് ആണ്, ശരിയാണ്. വെലോസിറ്റി T ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, കറക്റ്റ് ആണ്, ശരിയാണ്. അതിനെ എനിക്ക് എടുക്കാം. ഇതേത് ഗ്രാഫാണ്, ഇതെനിക്ക് അറിയത്തില്ല. ഈ ഗ്രാഫ്, ഇങ്ങനൊരു ഗ്രാഫ് തെറ്റാണ്. ഡിസ്പ്ലേസ്മെന്റ് വെസസ് ടൈം ഗ്രാഫിന് യൂണിഫോം ആക്സിലറേഷൻ ഇങ്ങനെ അല്ല വരിക. ദാറ്റ് ഈസ് ആക്ച്വലി റോങ്. അപ്പോൾ ഇത് തെറ്റെന്ന് കൊടുക്കാം. D കറക്റ്റ് ആണ്, ഇതൊരു അപ്പ് പരാബോളയാണ്. അപ്പോൾ D കറക്റ്റ് ആണ്. അപ്പം എയും ബിയും ഡിയുമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കണം, ഈ ചാപ്റ്ററിൽ ഇത്രയും പോർഷൻസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് വെലോസിറ്റി ആക്സിലറേഷൻ്റെ ഡെറിവേറ്റീവ് ബേസിലുള്ള ചോദ്യങ്ങളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് മോഷൻ അണ്ടർ ഗ്രാവിറ്റി പഠിക്കാനുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ബാക്കി സെഷൻസ് എല്ലാം നമ്മൾ ലൈവിലായിരിക്കും പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവിലേക്ക് എത്തുന്ന മുമ്പ് ഇത് മൊത്തം കണ്ട് സെറ്റാക്കിയിട്ട് വേണം വരാൻ. ഓൾ ദി ബെസ്റ്റ്.